മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് തനിക്കേറ്റ പീഡനങ്ങളുടെ കഥ വിവരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഖബ്ബാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ആശയവും ആദർശവും നെഞ്ചേറ്റി അതിനെ പ്രബോധനം ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ഇതിലും വലിയ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. ചില ആളുകളെ കുഴിയിൽ ഇറക്കി നിർത്തി ഈർച്ചവാള് കൊണ്ട് അവരെ നെടുക പിളർത്തിയിട്ടുണ്ട്. ചില ആളുകളെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവും വേർതിരിച്ചിട്ടുണ്ട്. ഖബ്ബാബ്, നിങ്ങൾ ധൃതി കാണിക്കരുത്. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം. നിർഭയത്വം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയും. സച്ചാർ കമ്മീഷൻ പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വെല്ലുവിളി സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല എന്നതാണ്, സാമൂഹ്യ സുരക്ഷിതത്വമില്ല എന്നാണ്. തൊപ്പിയിട്ട് അല്ലെങ്കിൽ താടി വെച്ച് ഒരു സ്ട്രീറ്റിലൂടെ നടക്കാൻ ഒരു മുസ്ലിം ഭയപ്പെടുന്നു എന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അത് ഭീകരമാണ്. മോബ് ലിഞ്ചിങ് നമുക്കറിയാം, ബുൾഡോസർ രാജ് നമുക്കറിയാം. ഇതൊക്കെ നിർഭയത്വത്തെ. അപ്പൊ നമുക്ക് എയർപോർട്ടുകൾ വലുതാണ്, റെയിൽവേ സ്റ്റേഷനുകൾ വികസിച്ചു, അല്ലെങ്കിൽ റോഡുകൾ നന്നായി എന്നതല്ല നാടിൻ്റെ നല്ല നാട് എന്നതിൻ്റെ അടിസ്ഥാനം. നല്ല നാട് എന്നതിൻ്റെ അടിസ്ഥാനം ബലദൻ ആമിനൻ, നിർഭയത്വമുള്ള നാടാണ്. അപ്പൊ നിർഭയത്വമുള്ള നാടിനെ വേണ്ടി പ്രയത്നിക്കൽ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹം ഈ മെസ്സേജാണ് ലോകത്തിന് നൽകുന്നത്. നിർഭയത്വത്തിന്റെ കേന്ദ്രം എന്നതാണ് കഅബയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത്.